ലഹരിക്കെതിരായ പോരാട്ടങ്ങൾക്ക് കൂടിയാണ് ഇത്തവണത്തെ പൂരം സാക്ഷിയാകുന്നതെന്ന് തൃശൂർ സിറ്റി ACP സലീഷ് എൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. പ്രസാദ് കാളിദാസൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. നമ്മളോടൊപ്പം തൃശൂർ സിറ്റി ACP സലീഷ് സാറാണുള്ളത്. സാർ, എന്തായാലും പൂരത്തിന്റെ ആവേശത്തിലേക്ക് കടന്നു കഴിഞ്ഞു തൃശൂർ സിറ്റി. അതെ, നെയ്തലക്കാവ് ഭഗവതി പുറത്തിറങ്ങി വടക്കുന്നാഥിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങൾ എത്തരത്തിലാണ്? കഴിഞ്ഞ തവണത്തെക്കാളും മികച്ചതാക്കാനുള്ള കൃത്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നുള്ളത് മിനിസ്റ്ററും നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എങ്ങനെയാണ് അപ്പം? ആവശ്യമായ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പോലീസ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ചെയ്യും. അപ്പം ഇത്തവണ കൂടുതൽ പോലീസിനെ വിന്യസിക്കും എന്നുള്ളതൊക്കെ കേട്ടിരുന്നു. മാത്രമല്ല, ഇത്തവണ നമുക്ക് ലഹരിക്കെതിരെയായിട്ടുള്ള ചില നിർദ്ദേശങ്ങളും കർശനമായ നടപടികളൊക്കെ കൃത്യമായി ഇത്തവണ പാലിച്ചു പോന്നിട്ടുണ്ട്. മുൻപത്തേക്കാളും നല്ല രീതിയിൽ ഇത്തവണ കുറച്ചുകൂടി വ്യാപകമായിട്ടുള്ള ഒരു പരിശോധന അടക്കം ഉണ്ടാകുന്നുള്ളതൊക്കെ. ലഹരിക്കെതിരെ വ്യാപകമായ പരിശോധന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ആളുകളെയും മാക്സിമം ലഹരി ഉപയോഗിക്കുന്നവരെ ഡിറ്റക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. മാത്രമല്ല, ലഹരിക്കെതിരെ നമ്മൾ ഒരു ക്യാമ്പയിൻ തന്നെയുണ്ട്. പൂരം വൈബാണ് ഇഷ്ടം, ലഹരി അല്ലാട്ടോ, അടിച്ചു പൊളിക്കാം, അതിര് കിടക്കരുത്, അങ്ങനെ ഒരു ക്യാമ്പയിൻ തന്നെയുണ്ട്. പിന്നെ ഇന്നിപ്പോൾ എല്ലാ ചെറിയ കുട്ടികൾക്കും ഒരു ബലൂണിൽ നമ്മുടെ യോദ്ധാവിൻ്റെ നമ്പറും നോ ഡ്രഗ്സ് എന്ന് പറയുന്ന സീലോട് കൂടിയ ഒരു ബലൂൺ, ചെറിയ ബലൂൺ കുട്ടികൾക്ക് വീശി കളിക്കുന്ന രീതിയിൽ എല്ലാ വീടുകളിലേക്കും യോദ്ധാവിൻ്റെ നമ്പർ എത്താൻ വേണ്ടിയിട്ട് ഒരു 10,000-ഓളം ബലൂൺ തന്നെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ലഹരിക്കെതിരെയുള്ള ഒരു സന്ദേശമായി ഈ പൂരത്തിനെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. മാത്രമല്ല, പോലീസിൻ്റെ കുടകളെല്ലാം കാണാം. നമുക്ക് റിസീവിംഗ് പോയിന്റുകളെല്ലാം തന്നെ ഈ നമ്മളുടെ പ്രധാനപ്പെട്ട നമ്പറുകളായ 112, 1930, അതുപോലെ തന്നെ യോദ്ധാവിൻ്റെ നമ്പർ ഒക്കെ ആയിട്ടാണ് ഒരു പരസ്യമില്ലാതെ കുടകളടിച്ച് എല്ലാ സ്ഥലത്തും നമ്മൾ റിസീവിംഗ് പോയിന്റുകളെല്ലാം തന്നെ അല്ലെങ്കിൽ ഡ്യൂട്ടി പോയിന്റുകളിലെല്ലാം കാണാം. നമുക്ക് പറമേക്കാവിൻ്റെയും അതുപോലെ തന്നെ തിരുവമ്പാടിയുടെയും കുടമാറ്റത്തിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒരു വലിയ കുടകളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. തീർച്ചയായും വളരെ നന്ദി സാർ. എന്തായാലും ഇത്തവണത്തെ പൂരം എന്നുള്ളത് ലഹരിക്കെതിരെയുള്ളൊരു പോരാട്ടം കൂടിയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കൃത്യമായ നടപടികളുമൊക്കെ കൃത്യമായി പാലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തൃശൂർ സിറ്റി ACP അടക്കം നമ്മളോടിപ്പോൾ പങ്കുവെച്ചത്. ക്യാമറ പേഴ്സൺ അക്ഷയ ദിലീപിനൊപ്പം പ്രസാദ് കാളിദാസൻ, കേരള വിഷൻ ന്യൂസ്.